നമസ്കാരം സുഹൃത്തുക്കളെ. ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത്, യാദൃശികമായാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിട്ട് കളയരുത്. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത രീതിയിലായിരിക്കാം നിങ്ങളുടെ പ്രണയബന്ധം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ, പല പ്രശ്നങ്ങൾ. അപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സംശയമുണ്ടാകും. അപ്പോൾ അത് എന്താണെന്നാണ് നമ്മൾ ഇന്നീ റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാർഡ്സ് കാണിക്കുന്നത് വളരെയധികം പൊരുതി നേടിയ ഒരു പ്രണയമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു യാദൃശികമായിട്ടുള്ള കണ്ടുമുട്ടൽ, ഈ വ്യക്തിയുമായിട്ടുള്ള കണ്ടുമുട്ടൽ അന്ന് തൊട്ട് ഇന്ന് വരെയും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ, നിങ്ങൾക്കിടയിൽ ഇപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികളായിരുന്നപ്പോൾ, സ്കൂളിലോ കോളേജിലോ ഒക്കെ ആയിരുന്നപ്പോൾ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയായിട്ടും നിങ്ങൾ പിന്നീട് ഈ വ്യക്തിയുടെ സ്വഭാവവും നല്ല ഗുണങ്ങളും കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നീട് നിങ്ങളുടെ കൂടെ കൂട്ടിയ ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ഈ വ്യക്തിക്ക് അറിയാം. നിങ്ങൾ എന്താണ് എന്നുള്ളത് ഈ വ്യക്തിക്ക് അറിയാം. അതുപോലെ ഈ വ്യക്തി എന്താണ് എന്നുള്ളത് നിങ്ങൾക്കും അറിയാം. പക്ഷേ ഇവിടെ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് വരുന്നുണ്ട്, പലതരത്തിലുള്ള തടസ്സങ്ങൾ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ഒരു തടസ്സമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും അതിനെ നോക്കി കാണുന്നില്ല. കാരണം ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒരുമിച്ച് പഠിച്ച വ്യക്തികളായിരിക്കാം വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ തരംതിരിവോ ഇവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും തന്നെ അനുഭവപ്പെടുന്നില്ല. പക്ഷെ അതൊരു മാരേജിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് വന്നപ്പോൾ, അവിടെ പലതരത്തിലുള്ള താരതമ്യങ്ങളും വരികയും ഡിഫറൻസസ് വരികയും വ്യത്യാസങ്ങൾ വരികയും അതൊരു ഇഷ്ടക്കേടിലേക്ക്, അതായത് നിങ്ങൾക്കിടയിലുള്ള ഇഷ്ടക്കേടുകളല്ല, നിങ്ങളുടെ വീട്ടുകാർ തമ്മിലോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലവരുടെയും ഒരുപക്ഷെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് മുടങ്ങിപ്പോയ ആൾക്കാരുണ്ടാകാം, അല്ലെങ്കിൽ കല്യാണം വരെ എത്തിയിട്ട് ഇപ്പോൾ അതൊരു സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകാതെ പുറകിലേക്കുമില്ല മുന്നോട്ടുമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പലതരത്തിലുള്ള തേർഡ് പാർട്ടിയും നെഗറ്റീവ് റോള് കൈകാര്യം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തില്. അതായത് നിങ്ങളുടെ ഈ ഒരു ബന്ധം അത് പൂർവാധികം ശക്തിയോടുകൂടി എന്നേക്കുമായി അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ അത് വളരെയധികം കുറവുകളാണ് എന്നുള്ള രീതിയിൽ തുറന്നടിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അനാവശ്യമായിട്ടുള്ള അത് റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ ആണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിരുന്നത് വളരെയധികം ഈസി ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം എളുപ്പമായിട്ടുള്ള രീതിയിൽ ഇതെല്ലാം കലാശിക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള പല പ്രശ്നങ്ങളും എന്ന് പറയുന്നത് അതൊരു ഫാക്ടറാണ്, അല്ലെങ്കിൽ അത്
നിങ്ങളുടെ ഫാമിലിനെയോ പാരമ്പര്യമായിട്ടുള്ള വിശ്വാസങ്ങളെയോ ഒക്കെ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന പല കാര്യങ്ങളുമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരിക്കലും തള്ളിക്കളയാനായിട്ട് സാധിക്കുന്നില്ല. പല പല രീതിയിലും നിങ്ങളത് സംസാരിച്ച് നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് കൺവിൻസിങ് ചെയ്യിപ്പിക്കാനൊക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാകണം. അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും ഇപ്പോഴായിരിക്കുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസങ്ങളെ കുറിച്ച്, അങ്ങനെ പല കാര്യങ്ങളും. പക്ഷെ നമുക്കിവിടെ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത് ആ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ഇപ്പൊ ജ്യോതിഷം, അല്ലെങ്കിൽ ജാതകം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിലൊക്കെ വളരെയധികം അടിത്തറ കൊടുക്കുന്ന, പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള ആൾക്കാരായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു വശം നോക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെയധികം തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യമൊക്കെ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ പോലും പിന്നീട് ഇങ്ങോട്ട് ഓരോ ദിവസവും കഴിയും തോറും നിങ്ങളുടെ മനസ്സാണെങ്കിലും ഈ വ്യക്തിയുടെ മനസ്സാണെങ്കിലും ഒരു പകയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വളരെ ഒരു പക വരുന്ന, അല്ലെങ്കിൽ ഒരു ദേഷ്യം, വാശി, അസ്വസ്ഥത, ഇത്തരം കാര്യങ്ങൾ വരുന്ന രീതിയിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ ഫോൺ വിളിച്ചുകൊണ്ട് വളരെയധികം കരഞ്ഞു പറയുന്നുണ്ടാകാം, അല്ലെങ്കിൽ വളരെയധികം വിഷമിച്ച് ഒരു നിസ്സഹായനായിട്ട്, ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാകാം നിങ്ങളുടെ കൂട്ടുകാരായിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരായിട്ടോ ഒക്കെ. നിങ്ങൾ വളരെയധികം നിങ്ങളുടെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ അവസ്ഥയിലൂടെ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെയും നിങ്ങളെയും നല്ല രീതിയിൽ നിങ്ങളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളോ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരു ഫൈറ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരുപക്ഷെ കോണ്ടാക്ട് ഇല്ലായിരിക്കാം. ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ബ്രേക്കപ്പ് സിറ്റുവേഷനിലോ ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ അങ്ങനെ ആക്കി എടുത്തതാണ്. അത് ഇതിൽ പറയുന്ന പല ഫാക്ടേഴ്സ് കാരണം, പല കാര്യങ്ങൾ കാരണം നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു സെപ്പറേഷൻ പീരീഡ് വന്നതാണ്. അത് അങ്ങനെ ആക്കിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ ആ ഒരു സാഹചര്യമാണ് നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ വരുന്നുണ്ട്, ദുഃഖങ്ങൾ വരുന്നുണ്ട്, നിരാശ വരുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ആരോടും മിണ്ടുന്നില്ലായിരിക്കാം. വളരെയധികം സൈലന്റ് എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള രീതിയിൽ. കാരണം ഒരു വശം ഈ വ്യക്തി, ഒരു വശം നിങ്ങളുടെ വീട്ടുകാര്, ഒരു വശം നിങ്ങളുടെ മാനസികാവസ്ഥ. അപ്പോൾ ഇതൊക്കെയും നിങ്ങൾ പരിഗണിക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ നിന്നും നീതി ലഭിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കുറച്ചധികം താമസം പിടിക്കുമെങ്കിൽ പോലും. കാരണം പലവരുടെയും അനുവാദം ഇവിടെ പ്രധാനമാണ്, അല്ലെങ്കിൽ അവരുടെ അനുവാദം ഇവിടെ നല്ല രീതിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആ ഒരു അനുഗ്രഹവും ആ ഒരു സാങ്ഷൻ നിങ്ങൾക്ക് വേണം എന്നുള്ള ഒരു പരിപൂർണമായ വിശ്വാസവും നമ്മൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നീതി ലഭിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അവസാനം സൂര്യൻ ഉദിക്കും. പക്ഷേ അതിന് മുൻപായിട്ട് കുറച്ച് പ്രശ്നങ്ങളും കുറച്ച് കഷ്ടതകളും പരീക്ഷണങ്ങളിലൂടെ ഒക്കെ മാത്രമേ നിങ്ങൾക്ക് ഈ പേഴ്സണെ ലഭിക്കുകയുള്ളൂ. പുരാണ കഥകളിലൊക്കെ പറയുന്ന പോലെയുള്ള ഒരു യുദ്ധത്തിന് ശേഷമുള്ള ഒരു സ്വയംവരം, ഒരു വിവാഹം, ആ ഒരു രീതിയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കുക, നല്ല പ്രതീക്ഷയോട് കൂടിയിരിക്കുക. കാരണം നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് നിങ്ങളുടെ എനർജി ഒരിക്കലും ഡള്ളാക്കരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഒരിക്കലും ലോ എനർജി ആക്കരുത്. കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുടെ എനർജി വർദ്ധിക്കുകയും നിങ്ങളുടെ കാര്യം സാധ്യമാവാതെ പോവുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ എനർജിയിൽ തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം, ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യാം, പ്രപഞ്ചത്തിൽ വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം എന്നിങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വിഷമം വരുമ്പോൾ നന്നായിട്ട് കരയുക,
അങ്ങനെ മനസ്സിനെ നല്ല രീതിയിൽ ഹീല് ചെയ്തുകൊണ്ട് വേണം, വളരെ ധൈര്യത്തോടു കൂടി വേണം മുന്നോട്ട് പോകാൻ. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.